After introducing the chromosomal theory of inheritance, it is experimentally proved by T.H Morgan, Thomas Hunt Morgan. For this purpose, a new school was set up in USA, and T.H Morgan appointed as the head very early, that is around the age of 24. He conducted hybridization experiment in an animal, the fruit fly, DROSOPHILA melanogaster. DROSOPHILA melanogaster. Remember the scientific name of fruit fly. He selected this small fly or insect for his experiment due to many reasons. There are mainly 5 reasons for the selection of DROSOPHILA for the experiment. 1. It can be easily cultured in synthetic medium in the lab. In the laboratory, very easily DROSOPHILA can be cultured, and for that synthetic medium is enough. Chromosomal theory of inheritance പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ പീരിയഡിൽ ബയോളജിയിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് നടന്ന മേഖലയാണ് ജെനറ്റിക്സ്. അതിൽ റിസർച്ച് നടത്തുന്നതിന് വേണ്ടി മാത്രം USA-യിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഹെഡായി ചുമതല ഏൽപ്പിച്ചത് T.H മോർഗനെയായിരുന്നു. അദ്ദേഹത്തിന് അന്ന് 24 വയസ്സൊക്കെയാണ് പ്രായം. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി കുറെ എമിനൻ്റായ സയന്റിസ്റ്റുകളെയും ചുമതലപ്പെടുത്തി. അങ്ങനെ T.H മോർഗൻ ഈ ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എക്സ്പെരിമെന്റ് മുഖേന പ്രൂവ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി സെലക്ട് ചെയ്തത് ഫ്രൂട്ട് ഫ്ലൈനെയാണ്. നമ്മുടെ ഇവിടെയൊക്കെ സാധാരണയായിട്ട് കാണുന്ന ഒരു പ്രാണിയാണ് ഫ്രൂട്ട് ഫ്ലൈ. അതിൻ്റെ സയന്റിഫിക് നെയിമാണ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ. പഴയീച്ച എന്ന് പറയും. ഈ ജാക്ക് ഫ്രൂട്ട്, ചക്കയുള്ള കാലത്ത് ചക്കമരൊക്കെ നിറച്ച് പഴയീച്ചകൾ ഉണ്ടാവും. അതിനെ കാണാത്തവര് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു പഴത്തിന്റെ കഷ്ണം, എസ്പെഷ്യലി മൈസൂർ പഴത്തിന്റെ ഒരു കഷ്ണം കുറച്ച് ഇരുട്ടുള്ള ഒരു ഏരിയയിൽ വെച്ചാൽ മതി. അതിലേക്ക് പഴയീച്ചകൾ വരും. അതാണ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ. അതിനെ പിടിച്ച് കൃത്യമായി ഒബ്സർവ് ചെയ്താൽ നമുക്ക് കുറെ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. അതിൽ മെയിലിനെയും ഫീമെയിലിനെയും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. T.H മോർഗൻ ഡ്രോസോഫില സെലക്ട് ചെയ്യാൻ കുറെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ കുറിച്ചാണ് നമുക്ക് ഇനി സംസാരിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാരണം, ഡ്രോസോഫിലയെ വളരെ എളുപ്പത്തിൽ നമുക്ക് ലാബിൽ കൾച്ചർ ചെയ്യാൻ പറ്റും. ദി സെക്കൻഡ് റീസൺ ഫോർ സെലക്ടിങ് ഡ്രോസോഫില ഈസ് ദാറ്റ് their life cycle is very short and it is completed in 2 weeks. എന്താ രണ്ടാമത്തത്?
2 ആഴ്ച കൊണ്ട് അവയിൽ ഒരു ലൈഫ് സൈക്കിള് പൂർത്തിയാവും. എന്ന് വെച്ചാൽ എന്താ മനസ്സിലായത്? ഒരു ഡ്രോസോഫില മുട്ടയിട്ട് വിരിഞ്ഞ് അതിന്റെ ലാർവ ഉണ്ടാവും. ആ ലാർവ പ്യൂപ്പൽ സ്റ്റേജും കഴിഞ്ഞ് അഡൾട്ടായി മാറി അത് വീണ്ടും മുട്ടയിട്ട് അടുത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവാനാകെ വേണ്ടത് 15 ദിവസം. പയറ് ചെടിയിൽ അത് 3 മാസം 4 മാസം കിടക്കും. ഇവിടെ 15 ദിവസം കൊണ്ട് ഒരു ജനറേഷൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് രണ്ടാമത്തെ റീസൺ. Their life cycle is very short and it is completed within 2 weeks. Then the third reason, a single mate produce many progeny. മനസ്സിലായോ? ഒരു മേറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓവം ഫെർട്ടിലൈസേഷൻ നടക്കും. അങ്ങനെ ഒരുപാട് മുട്ടകൾ ഉണ്ടാവും. ആ മുട്ടകൾ വിരിഞ്ഞ് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും. ഇതാണ് എ സിംഗിൾ മേറ്റ് പ്രൊഡ്യൂസ് മെനി പ്രോജനി ഫ്ലൈസ്. അപ്പൊ അതുകൊണ്ട് ഏതൊക്കെ വിധത്തിലാണ് വേരിയേഷൻസ് സംഭവിക്കുന്നത്, ഏതൊക്കെ വിധത്തിലാണ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കുക എന്നൊക്കെ ഒരൊറ്റ ജനറേഷനിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. Then the fourth is there is a clear differentiation of the sex. That is, male and female can be easily distinguished because there are different variations among the 2 sexes. എന്താ നാലാമത്തത്? മെയിലിനെയും ഫീമെയിലിനെയും ഈസി ആയിട്ട് തിരിച്ചറിയാൻ പറ്റും. കാരണം അവയെ തിരിച്ചറിയുന്ന കുറെ ക്യാരക്ടേഴ്സ് എക്സ്റ്റേണൽ ആയിട്ട് തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പൊ മെയിൽ ഏതാണ് ഫീമെയിൽ ഏതാണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. Then the fifth reason is that they have many types of hereditary variations that can be observed through simple microscope. ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ അല്ലെങ്കിൽ ഒരു ഹാൻഡ് ലെൻസിലൂടെ നോക്കിയാൽ തന്നെ നമുക്ക് ഡ്രോസോഫിലയിൽ ഒരുപാട് വേരിയേഷൻസ് കാണാൻ പറ്റും. There are changes in the size of their wings, changes in the color of their eyes, changes in the body color, etc. ഇങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ഡ്രോസോഫിലയിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ വ്യത്യാസങ്ങളൊക്കെ ഏത് വിധത്തിലാണ് ഓരോ ജനറേഷനിലും സംഭവിക്കുന്നത് എന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. So due to these 5 reasons, T.H Morgan selected Drosophila. Okay? പരീക്ഷയ്ക്കിടക്ക് ചോദിക്കാറുണ്ട്, T.H Morgan എന്തുകൊണ്ടാണ് ഡ്രോസോഫിലയെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്? Then T.H Morgan very clearly observed the chromosomes present in the Drosophila through microscope, and they have large chromosomes in their salivary gland. And again Morgan observed that for controlling the sexual characters they have a chromosome. For distinguishing the male and female, and for the appearance of male characters and female characters, there is one pair of chromosome and it is called sex chromosome. അതും T.H Morgan ഇതിൽ ഒബ്സർവ് ചെയ്തു. Then after these observations, T.H Morgan and his colleagues conducted dihybrid process as Mendel conducted in the pea plant.
Morgan selected 2 parents for hybridization. The 2 characters selected by T.H Morgan was, 1, the color of body, and 2nd, the color of eye. Thus, for hybridization experiment, T.H Morgan selected a female parent with yellow body and white eye, and a male parent with brown body and red eye. Then he produced the F1. After that, through intercrossing of the F1, he produced the F2. And in the F2, he got a dihybrid phenotypic ratio which is different from the typical 9:3:3:1. T.H Morgan ഡൈഹൈബ്രിഡ് ക്രോസ് കണ്ടക്ട് ചെയ്തു. അതിന് ബോഡി കളറും ഐ കളറും ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ മെയിലിനെയും ഫീമെയിലിനെയും തമ്മിൽ ബ്രീഡിംഗ് നടത്തി അവസാനം F2 ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്തു. നമുക്കറിയാം F2 ജനറേഷനിൽ 4 ടൈപ്പ് കിട്ടും. ആ 4 ടൈപ്പിന്റെ റേഷ്യോ 9:3:3:1 ആണ്. അതില് 9+1 10 എണ്ണം പാരന്റൽ ടൈപ്പും 3+3 6 എണ്ണം നോൺ പാരന്റൽ ടൈപ്പ് അല്ലെങ്കിൽ റീകോമ്പിനന്റ് ടൈപ്പുമാണ്. എന്നാൽ ഈ എക്സ്പെരിമെന്റ് T.H മോർഗൻ നടത്തിയപ്പോ T.H മോർഗന് കിട്ടിയത് ഇങ്ങനെയല്ല. He got high proportion of parental type and very low proportion of the non-parental type. T.H മോർഗൻ ഈ എക്സ്പെരിമെന്റ് നടത്തി F2 ജനറേഷൻ നോക്കുമ്പോൾ അതില് 16 എണ്ണത്തില് 16 എണ്ണത്തില് 15 എണ്ണവും പാരന്റൽ ടൈപ്പാണ്. ആകെ ഒരെണ്ണം മാത്രമാണ് നോൺ പാരന്റൽ ടൈപ്പ് കിട്ടിയിട്ടുള്ളൂ. From this, T.H Morgan observed that the genes controlling the body color and eye color are present on the same chromosome, and when the genes controlling the different characters are present on the same chromosome, then there is no independent assortment. എന്താ ഇതിന്ന് T.H മോർഗൻ മനസ്സിലായത്? ബോഡി കളറും ഐ കളറും കൺട്രോൾ ചെയ്യുന്ന ജീനുകള് ഒരേ ക്രോമസോമിലാണ്. അങ്ങനെ വ്യത്യസ്തമായ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾ ഒരേ ക്രോമസോമിലാണെങ്കിൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കൂല എന്ന് T.H മോർഗൻ കണ്ടെത്തി. എന്നാൽ മെന്റൽ സെലക്ട് ചെയ്ത 7 ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ജീനുകള് 7 വ്യത്യസ്തമായ ക്രോമസോമിലായിരുന്നു. അതാണ് മെന്റലിന് കിട്ടിയൊരു ലക്ക്. ആ ലക്ക് കൊണ്ടാണ് മെന്റലിന് 7 സ്വഭാവങ്ങളിലും ഒരേപോലുള്ള റിസൾട്ട് കിട്ടിയത്. അതുകൊണ്ടാണ് മെന്റൽ ജെനറ്റിക്സിന്റെ ഫാദറായത്. ഇവിടെ T.H മോർഗൻ ചെയ്ത ഒന്നാമത്തെ എക്സ്പെരിമെന്റിൽ തന്നെ
റിസൾട്ട് വ്യത്യാസം. കാരണം TH മോർഗൻ സെലക്ട് ചെയ്ത രണ്ട് സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുന്ന ജീനുകൾ സെയിം ക്രോമസോമിലാണ്. അങ്ങനെ വന്നാൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കൂല എന്ന് TH മോർഗൻ കണ്ടെത്തി. Then from this experiment and result, T.H. Morgan introduced two terms. These two terms are very important and it is asked for examination. The first word or term is linkage. 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 Linking means connecting. So linkage means connection. So this linkage is the physical association between two genes which are present on the same chromosome. There is an attachment between two genes because they are present on the same chromosome. ഒരേ ക്രോമസോമിലുള്ള രണ്ട് ജീനുകൾ തമ്മിൽ പരസ്പരം ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും. അവയെ കെമിക്കൽ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കും. ഈ അറ്റാച്ച്മെന്റിനാണ്, ഫിസിക്കൽ അസോസിയേഷനാണ് ലിങ്കേജ് എന്ന് പറയുക. സച്ച് ജീൻസ് ആർ കോൾഡ് ലിങ്ക്ഡ് ജീൻസ്. അങ്ങനെ ഒരേ ക്രോമസോമിലുള്ള ജീനുകളെ ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് അറിയണം ലിങ്കേജ് എന്താണ് എന്നും ലിങ്ക്ഡ് ജീൻസ് എന്താണ് എന്നും. സോ ഡ്യൂ ടു ദിസ് ലിങ്കേജ് there is no independent assortment. ഈ ലിങ്കേജ് അല്ലെങ്കിൽ ബന്ധം ഉള്ളത് കൊണ്ട് അവ ബിയോസിസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഗാമിറ്റ് ഫോം ചെയ്യുമ്പോൾ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കൂല. കാരണം അവർക്ക് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയൂല. കാരണം അവ രണ്ടും ഒരേ ക്രോമസോമിലാണുള്ളത്. ഇതിനാണ് ലിങ്കേജ് എന്ന് പറയുന്നത്. ദിസ് ലിങ്ക്ഡ് ജീൻസ് ആർ ടു ടൈപ്സ്. രണ്ട് തരം ലിങ്ക്ഡ് ജീൻസ് ഉണ്ട്. ദേ ആർ വൺ ടൈറ്റ്ലി linked genes. ഏതൊന്നാമത് tightly linked genes. These are the linked genes which are very tightly linked and so the separation is very less because they are very close to each other in the ക്രോമസോം. ഒരു ക്രോമസോമിലെ രണ്ട് ജീനുകൾ വളരെ അടുത്തടുത്താണെങ്കിൽ അവ തമ്മിൽ സെപ്പറേഷൻ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇങ്ങനെയുള്ള ജീനുകൾക്കാണ് ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുന്നത്. അവ സെപ്പറേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ദാറ്റ് ഈസ് the percentage of recombination is very low. The percentage of recombination is very low between that two genes. Then the second is loosely linked genes. ഏതാ രണ്ടാമത്തത്? loosely linked genes. These are the genes which are present on the same chromosomes but in distant position. So the tendency for separation is very high. ഈ ജീനുകൾ ഒരു ക്രോമസോമിൽ തന്നെയാണുള്ളത്, പക്ഷേ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. അതുകൊണ്ട് അവ സെപ്പറേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അവർക്കാണ് loosely linked genes എന്ന് പറയുന്നത്. The chance for separation of these two linked genes are very high. So the rate of recombination is high between loosely linked genes. Okay?
എക്സാമിന് ചോദിക്കും. വാട്ട് ഈസ് ലിങ്കേജ്? വാട്ട് ആർ ദി ടു ടൈപ്സ് ഓഫ് ലിങ്ക്ഡ് ജീൻസ്? ക്ലിയർ ആയോ? ഒരു ക്രോമസോം, suppose this is a chromosome. If the genes controlling different characters are present on the same chromosome, they are called linked genes. For example, here is one gene, suppose gene A. Here is another gene, gene B. There is a third gene, gene C. All these are present on the same chromosome, so they are called linked genes. A, B and C are linked genes. These A and B are closely placed, so for separation of these two, the chance is very less and they are called tightly linked genes. So A and B are tightly linked genes. Okay? But A and C are present on the two ends of the chromosome, or the distance between them are high, and so the chances for separation is again high. They are called loosely linked genes. You are very clearly studied the different stages in meiosis. Okay? During meiosis, there is an exchange of the portions of chromatids and it is called crossing over. So through crossing over, the genes are exchanged each other. This exchanging leads into the segregation and independent assortment of the genes present on the same chromosome, and it is the second term known as recombination. So what is the second term introduced by T.H Morgan from the experiment? Recombination. T.H Morgan രണ്ടാമതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ടേമാണ് റീകോമ്പിനേഷൻ. നമ്മളിത് കുറച്ച് മുമ്പ് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നോൺ പാരന്റൽ ടൈപ്പ് അല്ലെങ്കിൽ റീകോമ്പിനന്റ് ടൈപ്പ് എന്നൊക്കെ. ആ റീകോമ്പിനേഷൻ എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് T.H Morgan. Although the genes are present on the same chromosome, then again there is a chance for separation. This separation of the linked genes through crossing over is known as recombination or formation of non-parental type of individuals or progeny is called recombination. Recombination is very clear among the genes which are present on separate chromosomes. But when the genes are present on the same chromosome, then also there is chances for separation or segregation, and it is the recombination and it occurs through crossing over. Mental select ചെയ്ത ജീനുകൾ ഫാക്ടേഴ്സ് ഒക്കെ സെപ്പറേറ്റ് ക്രോമസോമിലായതുകൊണ്ട് അവ തമ്മിൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടന്ന് നോൺ പാരന്റൽ ടൈപ്പ് ഉണ്ടായി. T.H Morgan എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ സെലക്ട് ചെയ്ത ബോഡി കളറും ഐ കളറും കൺട്രോൾ ചെയ്യുന്ന ജീനുകൾ സെയിം ക്രോമസോമിലായപ്പോ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടന്നില്ല. പക്ഷേ അവിടെയും നോൺ പാരന്റൽ ടൈപ്പ് ഉണ്ടായി. യെല്ലോ ബോഡിയുടെ കൂടെ വൈറ്റ് ഐ ആണ് പാരന്റിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ പാരന്റ് ബ്രൗൺ ബോഡി റെഡ് ആയി. പക്ഷെ ആ യെല്ലോ ബോഡിയുടെ കൂടെ റെഡ് ഐ വന്നതും ലഭിച്ചു. അപ്പൊ ലിങ്ക്ഡ് ജീൻസുകളും സെപ്പറേറ്റ് ചെയ്യുമെന്ന്
T.H Morgan കണ്ടെത്തി. ആ സെപ്പറേഷൻസിന്റെ ഫലമായി ഉണ്ടാവുന്ന നോൺ പാരന്റൽ ടൈപ്പിനാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? യെസ്. സോ ദിസ് ഈസ് അബൌട്ട് ദി ടു ടേംസ് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ. The frequency of recombination is changing due to the distance between the genes present on the same chromosome, or the frequency of recombination, percentage of the frequency of recombination is different among tightly linked genes and loosely linked genes. The percentage of recombination is less in tightly linked genes and high in loosely linked genes. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നോക്കൂ, ഇവിടെ എയും ബിയും തമ്മിൽ റീകോമ്പിനേഷൻ നടക്കണമെങ്കിൽ, ഇവ സെപ്പറേറ്റ് ആവണമെങ്കിൽ ഈ ഒരു ചെറിയ ഡിസ്റ്റൻസിന് ക്രോസിംഗ് ഓവർ നടക്കണം. ഈ ഇതിന്റെ ഇടയിൽ കയാസ്മ ഫോം ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഇവ സെപ്പറേറ്റ് ആവും, എന്നാലേ നടക്കൂ. എന്നാൽ എയും സിയും തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ഇതിന്റെ ഇടയിൽ എവിടെ ക്രോസിംഗ് ഓവർ നടന്നാലും അവ തമ്മിൽ സെപ്പറേറ്റ് ആവും. സോ പെർസെന്റേജ് ഓഫ് റീകോമ്പിനേഷൻ ഓർ ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി distance between the genes present on the same chromosome. This is observed by the student of T.H Morgan known as Alfred Sturtevant. So the student of T.H Morgan was Alfred Sturtevant. പഠിക്കണം പേര് ആൽഫ്രഡ് സ്റ്റർട്ടിവാന്റ്. ആൽഫ്രഡ് സ്റ്റർട്ടിവാന്റ് എന്താ കണ്ടെത്തിയത്? ആൽഫ്രഡ് സ്റ്റർട്ടിവാന്റ് used the frequency of recombination between gene pairs on the same chromosome as a measure of the distance between genes. അതായത് ഒരേ ക്രോമസോമിലുള്ള ജീനുകൾ തമ്മിലുള്ള ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനേഷൻ ആ ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് ആൽഫ്രഡ് സ്റ്റർട്ടിവന്റ് കണ്ടെത്തി. ഒരു ക്രോമസോമിലുള്ള ലിങ്ക്ഡ് ജീനുകൾ അവ എത്രമാത്രം സെപ്പറേറ്റ് ആവും എന്നത്, അതാണ് ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനേഷൻ. അവ എത്രമാത്രം സെപ്പറേറ്റ് ആവുമെന്നത് അവ തമ്മിലുള്ള ഡിസ്റ്റൻസുമായിട്ട് പ്രൊപ്പോർഷണലാണ് എന്ന് ആൽഫ്രഡ് സ്റ്റർട്ടിവന്റ് കണ്ടെത്തി. There is a relation between the frequency of recombination and the distance between the linked genes. If the distance is short, frequency of recombination is very short. If the distance is long, then the frequency of recombination is high. അപ്പോ ഒരു ക്രോസിംഗ് നടത്തി അതിലെ ലിങ്ക്ഡ് ജീനുകൾ എത്രമാത്രം സെപ്പറേറ്റ് ചെയ്ത് റീകോമ്പിനന്റ് ആയി വരുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ആൽഫ്രഡ് സ്റ്റർട്ടിവന്റ് കണ്ടെത്തിയത്. മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ, ദി ജീൻ കൺട്രോളിംഗ് യെല്ലോ ബോഡി, that is Y, and controlling the white eye, that is W, is very closely placed in the same chromosome.
ഇതെങ്ങനെ മനസ്സിലായത്? The tendency for separation of this Y and W is very less. യെല്ലോ ബോഡിയും വൈറ്റ് ഐയും സെപ്പറേറ്റ് ചെയ്ത് വ്യത്യസ്തമായ ഇൻഡിവിജ്വലിൽ എത്തുന്നത് വളരെ റെയറാണ്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ട് ജീനുകളും വൈയും ഡബ്ല്യൂയും വളരെ അടുത്താണ് എന്ന്. പക്ഷേ വൈറ്റ് ഐയും മിനിയേച്ചർ വിങ്ങും ഇവ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് റീകോമ്പിനന്റ് ടൈപ്പ് ഉണ്ടാവുക വളരെ കൂടുതലാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വൈറ്റ് ഐ ഡബ്ല്യു ജീനും അതുപോലെ മിനിയേച്ചർ വിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന എം ജീനും തമ്മിൽ കുറെ ദൂരത്താണ്. ദി percentage of recombination between W and Y is 1.3, but the percentage of recombination between W and M is 37.2. ഈ സെപ്പറേഷൻ ആണ് ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ മൂന്ന് ജീനുകൾ എത്രമാത്രം റീകോമ്പിനേഷൻ നടക്കുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കുമെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ബേസ്ഡ് ഓൺ ദിസ് റിലേഷൻ ബിറ്റ്വീൻ ദി ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനേഷൻ ആൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ജീൻസ് ഹി മാപ്ഡ് ദി ജീൻസ് പ്രസന്റ് ഓൺ ദി ക്രോമസോം. ദിസ് ഈസ് കോൾഡ് ക്രോമസോം മാപ്പിംഗ് ഓർ ജീൻ മാപ്പിംഗ്. ഇങ്ങനെ ഒരു ക്രോമസോമിലെ ജീനുകളെ അവയുടെ ഓർഡർ അനുസരിച്ച് ഡിസ്റ്റൻസ് ബേസ് ചെയ്തുകൊണ്ട് അടയാളപ്പെടുത്തുന്ന രീതിക്കാണ് ക്രോമസോം മാപ്പിംഗ് അല്ലെങ്കിൽ ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി സ്റ്റാർട്ടിംഗ് ഓഫ് ദി സീക്വൻസിംഗ് ഓഫ് ഹോൾ ജീനോം as in Human Genome Project, which we will discuss in the last of the next chapter. ഈ ക്രോമസോം മാപ്പിംഗ് ഇന്ന് ഒന്നും കൂടെ അഡ്വാൻസ് ആയിക്കൊണ്ട് ഒരു ആളുടെ ടോട്ടൽ ക്രോമസോമിലെ കംപ്ലീറ്റ് ബേസ് പെയേഴ്സിനെ അതിന്റെ ഓർഡറിൽ കണ്ടെത്തുന്ന രീതിയിലേക്ക് എത്തി. ഇതിനാണ് സീക്വൻസിംഗ് ഓഫ് ജീനോം എന്ന് പറയുന്നത്. അങ്ങനെ ഹ്യൂമൻ ബീങ്സിന്റെ ടോട്ടൽ 23 പെയർ ക്രോമസോമിലെയും കംപ്ലീറ്റ് ബേസ് പെയേഴ്സിനെ അല്ലെങ്കിൽ ജീനുകളെ നമ്മൾ സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ദസ് ഫ്രം ദി എക്സ്പെരിമെന്റ് ഓഫ് T.H Morgan there is a byproduct. That byproduct is chromosome mapping or gene mapping and it is introduced by Alfred Sturtevant. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ആരാണ് ജീൻ മാപ്പിംഗ് അല്ലെങ്കിൽ ക്രോമസോം മാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തത് കണ്ടെത്തിയത്? അപ്പൊ അത് അറിഞ്ഞിരിക്കണം, ആൽഫ്രഡ് സ്റ്റർട്ടിവന്റ്. സോ ദിസ് ഈസ് അബൌട്ട് ദി T.H Morgan's experiment and the discovery of linkage and recombination. മെന്റലിന്റെ ഫൈൻഡിങ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നതാണ് എങ്ങനെയാണ് വേരിയേഷൻസ് സംഭവിക്കുക എന്നത്. അതാണ് T.H Morgan കണ്ടെത്തുന്നത്. T.H Morgan എക്സ്പെരിമെന്റ് നടത്തിയത് ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എക്സ്പെരിമെന്റിലൂടെ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ മിയോസിസ് നടക്കുമ്പോൾ ക്രോമസോമുകൾ ഏതൊക്കെ വിധത്തിലാണ് പാസ് ചെയ്യുക എന്നും അവ എങ്ങനെയാണ് സെഗ്രിഗേഷൻ നടക്കുക എന്നതൊക്കെ ഒബ്സർവ് ചെയ്യുക. അതിന്റെ ഇടയിലാണ് T.H Morgan ലിങ്കേജും റീകോമ്പിനേഷനും കണ്ടെത്തുന്നത്. അപ്പൊ അതിൽ T.H Morgan കണ്ടെത്തിയ ഒരു കാര്യം, ഒന്ന്, മിയോസിസ് നടക്കുമ്പോൾ ക്രോസിംഗ് ഓവറിലൂടെ ജീനുകൾ
ജീനുകൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും, ക്രോമസോമുകൾക്കിടയിൽ എക്സ്ചേഞ്ച് ചെയ്യും എന്ന് കണ്ടെത്തി. അത് വേരിയേഷന് കാരണമാവും. അപ്പൊ വേരിയേഷന് കാരണമാവുന്നത് ജീനുകള് പരസ്പരം സെപ്പറേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടും, ഇനി ജീനുകള് ലിങ്ക്ഡ് ജീനുകളാണെങ്കിൽ തന്നെ അവ ക്രോസിംഗ് ഓവറിലൂടെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നതിന്റെയും ഫലമായിട്ട് വേരിയേഷൻ സംഭവിക്കുമെന്ന് കണ്ടെത്തി. സോ ദിസ് ഈസ് അബൌട്ട് ദി T.H Morgan's experiment and linkage and recombination. Okay? Clear ആയിട്ട് പഠിക്കുക. ബയോളജിയുമായി ബന്ധപ്പെട്ട എക്സാമിനിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ലിങ്കേജും റീകോമ്പിനേഷനും. ഇവ തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നൊക്കെ ചോദിക്കും. ആരാണ് ഇത് കണ്ടെത്തിയത് എന്ന് ചോദിക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ ആൽഫ്രഡ് സ്റ്റർക്കിവനും അയാളുടെ കണ്ടെത്തി. ഓക്കെ, താങ്ക് യു.